ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബിൻസിസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിങ്ങുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അമൃതം പൊടി കൊണ്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി പുഡിംഗ് ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു പാക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ ഇതിലേക്കുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 5 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ അതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരല്പം വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1 കപ്പ് അമൃതപ്പൊടിയാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അമൃതം പൊടി അരിച്ചെടുക്കണം എന്നുള്ളവർക്ക് അരിച്ചെടുക്കാം. ഞാനിവിടെ അരിക്കാതെയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ട് 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് നന്നായി ചൂടായി വരുമ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർക്ക് ഷുഗർ മാത്രം ആഡ് ചെയ്താലും മതിയാകും. അമൃതം പൊടി ഓൾറെഡി ഒരല്പം മധുരമുള്ളതായതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാൻ ഇതിലേക്ക് ഒരല്പം പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അമൃതം പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചൈന ഗ്രാസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കെട്ടാതെ ഇളക്കി കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരല്പം നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. കയ്യിലുള്ളവർ ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരല്പം കൂടി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മധുരം ഒരല്പം കുറവായതുകൊണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരല്പം ക്യാരറ്റ് കൂടി ഗ്രേറ്റ് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ ക്യാരറ്റ് അല്പം കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് പുഡിംഗ് ഒഴിച്ച് വെക്കാനുള്ള ബൗളിലൊന്ന് ഓയിലോ നെയ്യോ എന്തെങ്കിലുമൊക്കെ തടവിയതിന് ശേഷം നമ്മുടെ ഈ മിക്സ് അതിലേക്ക് ഒഴിച്ച് വെക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരല്പം നിലക്കടല കൂടി ചേർത്ത് കൊടുക്കാം. വറുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഗാർണിഷൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരല്പം ചെറുതാക്കി അരിഞ്ഞത് കൂടി അതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് കൂടി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കൂടി അതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കും. ഓപ്ഷണലാണ്. നിങ്ങളുടെ ഇഷ്ടം. ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.